അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മതം എന്നത് സമൂഹത്തിൽ ധാർമ്മികത വളർത്താൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയ മതം എന്ന് പറയുന്നത് അത് ഇഹജോ ലോക ജീവിതത്തിനെ പറ്റി അല്ല കാര്യമായിട്ട് വെപ്രാളപ്പെടുന്നത്. പരലോക ജീവിതത്തിനും സ്വർഗത്തിനും വേണ്ടിയിട്ടാണ് മതങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ ധാർമ്മികത എന്ന് പറയുന്നത് മിക്കവാറും ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ നിയമങ്ങളായിട്ട് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്നത്തെ പണ്ട് കാലത്ത് ധാർമ്മികതയായി കരുതിയ ഒന്നും തന്നെ ഇന്ന് ധാർമ്മികമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇന്നത്തെ ധാർമ്മികത നാളത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരുപക്ഷെ ധാർമ്മികതയോ അധാർമികമായിട്ട് വരാം. അതായത് സാമൂഹികതയാണ് ധാർമ്മികതയെ നിശ്ചയിക്കുന്നത്. ഒരേ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്തമായ ധാർമ്മികത ഉണ്ടാവാം. ഇപ്പോൾ അമേരിക്കയിലുള്ള ചില ധാർമ്മികതകൾ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് അധാർമികമായിട്ട് തോന്നും. അതേസമയം അവിടെയുള്ള എല്ലാവർക്കും ആ സൊസൈറ്റിയിലുള്ള ഭൂരിപക്ഷത്തിനും അതൊരു അധാർമിക പ്രവൃത്തിയായിട്ട് തോന്നില്ല. കാരണം ഭൂരിപക്ഷത്തിന് തോന്നുകയാണെങ്കിൽ ധാർമ്മികതയായിട്ട് അവിടെ നിൽക്കില്ല എന്നാണ്. അപ്പോൾ ഈ ധാർമ്മികത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മതത്തിൽ പറയുന്ന ധാർമ്മികതയെ പറ്റി പറയുമ്പോൾ മതത്തിൽ പറയുന്ന ധാർമ്മികത മതം ഉണ്ടായ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ നിയമങ്ങൾ മാത്രമായിരുന്നു. അതായത് മതം പോലും മതം ഉണ്ടായ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആ സാമൂഹിക ധാർമ്മികതയെ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മതത്തിൻ്റെ സ്വന്തമായിരുന്നില്ല, ആ കാലഘട്ടത്തിൽ നിന്ന നിയമങ്ങളും നീതികളായിരുന്നു. ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ അതിലൊന്നും പ്രശ്നമായിട്ട് കാണുന്നില്ല. അതിൽ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മം എന്നാണ് മനുസ്മൃതി പരിചയപ്പെടുന്നത്. അത് അനുഷ്ഠിക്കുക ഒരാളുടെ കർത്തവ്യമായിരുന്നു. ഇന്ന് ജാതിയെ പറ്റിയൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു വല്ലാത്ത പുച്ഛമൊക്കെ തോന്നുമെങ്കിലും ഈ ഒരു സമൂഹത്തിൽ മതക്കാർ പോലും ഇന്ന് ജാതി മത വിവേചനങ്ങൾക്ക് എതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടെങ്കിൽ, ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടെങ്കിൽ നമ്മൾ മതത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മത കിതാബുകളിൽ പറയുന്ന ഏതെങ്കിലും കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ രാമൻ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ വധിച്ചതിന് കാരണം അദ്ദേഹം രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിച്ചോ ഒന്നുമല്ല. ശൂദ്രൻ എന്ന് പറയുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ശംഭൂകൻ ഒരു ഉയർന്ന ദൈവമായിരിക്കുന്ന ശിവനെ തപസ് ചെയ്തതിൻ്റെ പേരിലാണ് രാമൻ ഈ ശംഭൂകനെ വധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇന്ന് ചെയ്യാൻ പറ്റുമോ? ഒരു താണയാദിക്കാരൻ എന്തൊരു കാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നടന്നൊരു സംഭവം അതുപോലെ ഉണ്ടായിരുന്നു. കുതിരപ്പുറത്തുകാരിയുടെ പേരിൽ ദളിതൻകാരിയുടെ പേരിൽ അടിച്ചു പോന്നിരുന്നു. അപ്പോൾ ഈ മതങ്ങളിൽ കിതാബുകളിൽ ഇത്രയും നീചമായിരിക്കുന്ന ഒരു കാര്യങ്ങൾ പച്ചയായി എഴുതി വെക്കണ്ടിക്കൽ അക്കാലഘട്ടത്തിലെ മൊത്തം ഈ കാര്യങ്ങൾ ഇറക്കുന്ന സമയത്തുള്ള സമൂഹത്തിലെ മൊത്തം ആൾക്കാരുടെ ധാർമ്മികത അതുതന്നെയായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ താഴ്ന്ന ഒരു ആള് വേറൊരു ഉയർന്ന ദൈവത്തെ പ്രാർത്ഥിച്ചതുകൊണ്ട് കൊല്ലുന്നതിൽ യാതൊരു പിശകും ഇല്ല. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിൽ അത് പച്ചയായിട്ട് ഇറക്കുകയും അതിനെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും ജനങ്ങൾ അതിനെ മഹത്തായ കർമ്മമായിട്ട് കാണുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഏതൊരു മതമാണെങ്കിലും ആ മതം ഉണ്ടായ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ധാർമ്മികതയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പം മതത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് മതം ഏത് കാലത്താണോ എന്നത് ആ കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയാണെന്ന് വരുമ്പോൾ മതം എന്നത് മാറ്റമില്ലാത്ത ഒന്നായിട്ടും ദൈവത്തിൻ്റെ മാറ്റാൻ പറ്റാത്ത വചനങ്ങളായിട്ടും ലോകാവസാനം വരെ മനുഷ്യൻ ഒരു അണുവിട തെറ്റാതെ അനുസരിക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രമായിട്ടും പുറത്തിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ധാർമ്മികത നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മാറാത്ത നിയമങ്ങളായിട്ട് ധാർമ്മികതയുടെ കാര്യത്തിൽ മതം ഉണ്ടായ 1500 വർഷമോ 5000 വർഷമോ അല്ലെങ്കിൽ 2000 വർഷമൊക്കെ പഴക്കമുള്ള ഈ പഴഞ്ചൻ നിയമങ്ങൾ ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലൂടെ ആധുനിക സമൂഹത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും മതത്തിന് മുന്നോട്ട് വെക്കാൻ ഇതൊക്കെ ഉണ്ടാവും. കാരണം അത് അന്ത്യമായിട്ട് തീരുമാനിക്കപ്പെട്ടാണ്. ആ കാലഘട്ടത്തിൻ്റെ മതം ഉണ്ടായ കാലഘട്ടത്തിൻ്റെ പ്രാകൃത നിയമങ്ങൾ ഇങ്ങനെ മതത്തിലൂടെ ആധുനിക സമൂഹത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
ഇതാണ് ധാർമ്മികതയുടെ കാര്യമുള്ളൂ. അപ്പോൾ നേരത്തെ അദ്ദേഹം യുക്തിവാദികളെ ഒന്ന് വിമർശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവാം. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമാ സംവിധായകൻ, അയാൾ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയ ജോൺ എന്തോ ആണ് പേര്, കൃത്യമായിട്ട് അത് പറയുന്നില്ല, ജോൺ എബ്രഹാമോ മാത്യു എന്തോ എന്നുള്ള അറിയില്ല, അത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് യുക്തിവാദികൾക്ക് ധാർമ്മികതയില്ല, മതത്തിന് ധാർമ്മികതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് കാര്യം നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഏർപ്പെട്ട ഒരു പ്രക്രിയയുടെ ഭാഗമായി എന്നത് മാത്രമാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, അത് ശരിയാണെങ്കിൽ തെറ്റായിക്കോളും, അത് ഒരു വ്യക്തി എഴുതുകയാണ്, ആ വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് അതിൽ വരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നത് തിരിച്ചിട്ടാണ്. കാരണം നിങ്ങൾ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ, അമ്മയായിട്ടുള്ള ഇതിൻ്റെ ബന്ധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പോൾ സെമിറ്റിക് മതങ്ങളുടെ ഹിസ്റ്ററി എന്താണ്? സെമിറ്റിക് മതങ്ങളുടെ ഇപ്പോൾ ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഇനി ജൂതമതമാണെങ്കിലും ഇതൊക്കെ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളും ആദാം ഹവ്വയൊക്കെ ഉണ്ട്. ഈ ആദാം ഹവ്വയും സന്തതി പാരമ്പര്യങ്ങളുടെയും ഹിസ്റ്ററികളിലേക്കൊന്ന് നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ മതം നൽകുന്ന സദാചാരം എന്താണ്? അമ്മയായി ബന്ധപ്പെടാൻ പറയുന്ന സംസ്കാരം മതത്തിൽ ഞാൻ കാണിച്ചു തരാം. ഈ ആദാവിനും ഹവ്വക്കും 2 പുത്രന്മാരേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് മതഗ്രന്ഥം പറയുകയും പേരടക്കം പറയുന്നുണ്ട്, ആബേൽ കായൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ആദാമും ആദയിലും സന്തതി പരമ്പരയിലൂടെയാണ് ഈ ലോകത്ത് മനുഷ്യന്മാരുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ആദാം ഹവ്വയ്ക്കും 2 മക്കൾ ആൺകുട്ടികളാണ്. അപ്പോൾ അച്ഛനടക്കം 3 പുരുഷന്മാരാണ് അവിടെയുള്ളത്. ആദാവിനും ഹവ്വയ്ക്കും വേറെ സന്തതി പരമ്പര ഇല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ 2 ആൺകുട്ടികൾക്ക് മറ്റ് സ്ത്രീകളില്ല, ഹവ്വ ഒഴികെ. അങ്ങനെയാണെങ്കിൽ ഈ മക്കൾ ഹവ്വയായിട്ട് ബന്ധപ്പെടാതെ എങ്ങനെയാണ് ഈ ലോകത്തിൽ സന്തത പരമ്പര ഉണ്ടായത്? അപ്പം മതം നൽകുന്ന മാതൃക എന്താണ് മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? അതിലൂടെ അമ്മയായിട്ട് ബന്ധപ്പെടാം എന്നല്ലേ? എന്താ തെറ്റുണ്ടാ? ഇനി ഇതിലെന്താ തെറ്റുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് സന്തതി പരമ്പര ഉണ്ടായത്? വേറെ ഓപ്ഷൻ എന്താ അവിടെ? നോ മോർ ആക്ഷൻ. ഇതിൽ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അത്രയും വളരെ കൃത്യമായിട്ട് അടിസ്ഥാന പ്രമാണമാക്കിക്കൊണ്ട് നടക്കുന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 3 മതങ്ങളുടെ അതിൽ നിങ്ങൾക്ക് യാതൊന്നും കാണുന്നില്ല. ഏതൊരു നിരീശ്വരവാദി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞതിനെ നിങ്ങൾ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു കൂട്ടം എല്ലാവരെയും ആശയമാക്കി മാറ്റുന്ന ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ അതാണ് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ എന്താ ഉള്ളത് അതിൽ? മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ആലോചിച്ച് നോക്ക്, ഇനി പറയാൻ പറ്റുമോ നോക്കൊന്ന്? ഒരിക്കലും കിട്ടില്ല അത്. അപ്പോൾ ഇത്തരത്തിലുള്ള മതം എന്ന് പറയുന്നത് ധാർമ്മികത എല്ലാ രീതിയിലും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് സ്ത്രീ പുരുഷ സമത്വമാകത്ത് കാണാൻ പറ്റുമോ? മതേതരത്വം കാണാൻ പറ്റുമോ? ജനാധിപത്യ മൂല്യങ്ങൾ കാണാൻ പറ്റുമോ? എന്തൊക്കെ ആധുനിക മൂല്യങ്ങളുണ്ടോ അതൊക്കെ മതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആധുനിക മൂല്യങ്ങൾ നിൽക്കുന്ന ഈ ലോകത്തിൽ മതരാഷ്ട്രങ്ങളിൽ എന്തെങ്കിലും ആധുനിക മൂല്യങ്ങൾ ഇന്നുണ്ടോ? സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടോ? കാറോടിക്കാൻ അവകാശമുണ്ടോ? മതങ്ങൾ എവിടെയൊക്കെ ശക്തമായിട്ട് മതപക്ഷ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള നിയമസംഹിതകൾ, ശരീഅത്ത് നിയമങ്ങളൊക്കെ നടത്തുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി പോട്ടെ, ആധുനിക മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്ന ഈ ട്രാൻസ്ജെൻഡർ, സ്വർഗവർഗരീതി, ഇതിലൊക്കെ വ്യക്തികൾക്ക് വ്യക്തിപരമായ മനുഷ്യാവകാശങ്ങൾ നിങ്ങളുടെ ധാർമ്മികത കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിട്ടേ ഇല്ല. ട്രാൻസ്ജെൻഡറിനെ പറ്റിയിട്ട് നിങ്ങളെ കിതാബിൽ കാണിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിനെ സൃഷ്ടിച്ചാരാണ്? നിങ്ങളുടെ ദൈവം തന്നെയാണോ? ഡൈനോസോറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അക്കാലത്തുള്ള മനുഷ്യനത് അറിയില്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരാൽ എഴുതപ്പെട്ടതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും. മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട സാധനമല്ല, മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയാണ്. വളരെ അതിൽ ഉണ്ട് ധാർമ്മികതയുണ്ട്. അതിൽ ആ ധാർമ്മികത എന്ന് പറയുന്നത് മതം ഉണ്ടായ കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയാണ്. ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതാണ് ജബ്ബാർ മാഷ് അടക്കമുള്ള ആൾക്കാർ
ജബ്ബാർ മാഷ വെല്ലുവിളിച്ചു. ആര്? എം എം അക്ബറിനെ പോലെ ആൾക്കാർ നേരിട്ടൊന്നിനും പങ്കെടുക്കില്ല. അവർ ഓരോ വേദികളിൽ നിന്ന് ഇങ്ങനെ വെല്ലുവിളി മുഴക്കും. അതേപോലെ തന്നെയാണ് ഖുർആനും വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതിന് തുല്യമായിട്ടുള്ള ഒരു പുസ്തകം കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ജബ്ബാർ മാഷ അതിന് മറികടത്ത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു സംവാദം ആവാം. ഇന്ത്യൻ ഭരണഘടന മുമ്പിൽ വെക്കുന്നു, നിങ്ങളുടെ മതഗ്രന്ഥവും മുമ്പിൽ വെക്കുന്നു. ഇതിൽ പറയുന്ന ആധുനിക മനുഷ്യാവകാശ മൂല്യങ്ങളും നിങ്ങളുടെ പുസ്തകത്തിലെ മനുഷ്യാവകാശ മൂല്യങ്ങൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളി വിളിച്ചിട്ട് കാലം കുറയായി. ആരും ഇതുവരെ വന്നിട്ടില്ല. ആധുനിക മനുഷ്യാവകാശ മൂല്യങ്ങൾ ഈ പറയുന്ന കിതാബിൽ നേരത്തെ ഡൈനോസോറിനെ പറ്റി പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനെ പറ്റി പറഞ്ഞതുപോലെയോ ഒന്നും തന്നെ അതിൽ കാണില്ല. അതിൻ്റെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതൊരു നീതി ആയിരുന്നില്ല അന്ന് ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിനൊക്കെ മറ്റൊരു സ്വഭാവ വൈകൃതമായിട്ട് കണ്ട ഒരു കാലഘട്ടമായിരുന്നു. അത്തരം ആൾക്കാരെ അടിക്കുകയും നമ്മുടെ ഭൂരിപക്ഷം വരുന്നവരുടെ മനസ്ഥിതിക്കനുസരിച്ച് നടത്താൻ നിർബന്ധിക്കുകയും അല്ലാത്തവരെ അതിനീചമായി അടിച്ചൊതുക്കുകയും കൊല്ലുകയാണ് അത് ചെയ്തിരുന്നത്. അവരൊരു മനുഷ്യരായിട്ട് പോലും കാണേണ്ട ധാർമ്മികത നിങ്ങളുടെ മതഗ്രന്ഥങ്ങളുണ്ടോ? പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മതത്തിൻ്റെ ധാർമ്മികത പറയുന്നത്? ഞാനിപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. സിമ്പിളായിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന 3-4 കാര്യമാണ് പറഞ്ഞത്. ഇതിൽ എന്ത് ധാർമ്മികത നിങ്ങൾക്ക് കാണാൻ പറ്റും മതത്തിൻ്റെ വശത്തുനിന്ന്? ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ തീവ്രവാദികൾ മതം പഠിക്കാത്തവരാണെന്ന് പറഞ്ഞു. പക്ഷെ മതം പഠിച്ചവർ തന്നെയാണ് തീവ്രവാദികൾ മിക്കവാറും. എല്ലാ മതങ്ങൾ ഇപ്പം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ഖുറാനിലെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം മാഇദയിലെ 33-ാം വചനത്തിലാണ്. ഇടത് കൈയും വലത് കാലും വെട്ടുക, അള്ളാഹുവിനെയും പ്രവാചകനെയും നിന്ദിക്കുന്നവരെയും ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നതും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ജോസഫ് മാഷ് ഭൂമിയിൽ എന്ത് കുഴപ്പം ഉണ്ടാക്കിയത്? ആ കേട്ടി മറ്റേ അവരുടെ നാടകത്തിലെ ആ പുസ്തകത്തിൽ സാഹിത്യത്തിലുള്ള ഒരു വരി എടുത്തുകൊണ്ട് ഇത് കുട്ടികൾക്ക് ഒരു ചോദ്യമായിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? എഴുതിയ ആ കേട്ടി കുഞ്ഞമ്മദ് എന്നായിരുന്നു? കുഞ്ഞമ്മദ് എത്രയോ വേദികളിൽ അത് നാടകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു മാഇദയിൽ പറയുന്ന 33-ാമത്തെ വചനത്തിലെ അള്ളാഹുവിനെയും പ്രവാചകനെ നിന്ദിക്കുകയും ഒക്കെ അത് രണ്ട് സംഭവിച്ചു. ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ഇയാളെന്താ കുഴപ്പം ഉണ്ടാക്കിയോ? വിമർശനത്തെ നിന്ദയായിട്ട് കണക്കാക്കിക്കൊണ്ട് നേരിടുകയാണ് മതം ചെയ്യുന്നത്. ആധുനിക സമൂഹത്തിലുള്ള ഒരു വ്യക്തിനെ എടുക്കാം, ഇനി പോട്ടെ ശാസ്ത്രം എടുക്കാം. ഈ രണ്ടും ആധുനിക സമൂഹത്തിലുള്ള ജനാധിപത്യം, മതേതരത്വം അല്ലെങ്കിൽ എല്ലാ മനുഷ്യാവകാശ ബോധം ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്കും ശാസ്ത്രത്തിനും ഒരേ നിലപാടാണ്. നിങ്ങൾ വിമർശിക്കൂ, വിമർശനത്തിന് മറുപടി തരിക. വിമർശനങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആധുനിക സമൂഹം. പക്ഷേ മതങ്ങളോ വിമർശനത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണത്? അവർക്ക് അങ്ങനെയാണ്, ഗോത്രീയ സെറ്റപ്പാണ് അത്. ട്രൈബൽ ഒരു തോട്ട്സാണ് മതങ്ങളിലുള്ളത്. കാരണം ഗോത്ര സമൂഹങ്ങളിലൂടെ അതിജീവിച്ചു വന്ന മനുഷ്യൻ്റെ പാകമെത്താത്ത മനസ്സിൽ ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെറ്റായ ഒരു സിദ്ധാന്തങ്ങളും വിശ്വാസങ്ങളായിരുന്നു മതങ്ങൾ എന്ന് പറയുന്നത്. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യൻ നശിക്കുന്നത് വരെയുള്ള മാർഗനിർദ്ദേശമായി പ്രഖ്യാപിച്ചത് ഒരു തെറ്റ്. ചില മതങ്ങൾ അവിടെ ഒരു അന്ത്യപ്രവാചകൻ എന്നുള്ള പൂട്ടിയത് മറ്റൊരു തെറ്റും. കാരണം മതപരിഷ്കരണം ഒരു തരത്തിലും സാധ്യമാകാത്ത രീതിയിലേക്ക് ഈ അന്ത്യപ്രവാചകൻ മാറി എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം. മറ്റ് മതങ്ങളൊക്കെ തന്നെ കാലത്തിനനുസരിച്ചിട്ട് പല വേഷങ്ങൾ കിട്ടി അവർ പരിഷ്കരണം നടത്തിയായി സാമൂഹ്യ പരിഷ്കർത്താക്കളെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ള മതങ്ങൾ മാറുകയും സ്വയം മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിൽ പറയുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു അന്ത്യപ്രവാചകൻ എന്ന ഒരു സങ്കല്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടലിനെ അവിടെ അടച്ചിടുകയാണ് ചെയ്തത്. അപ്പം അടച്ച ഒരു ഇരുട്ടുമുറി പോലെയാണ് മതങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ധാർമ്മികത ഉണ്ട് എന്ന് പറയേണ്ടെങ്കിൽ ഒന്നുകിൽ മതത്തിനെ പറ്റി അറിയാതെ സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഓക്കെ, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായിക്കോളാം.